ഉണ്ടാവാതിരുന്നാ മതിയെന്നു. ഞാനും എഴുതിയിട്ടില്ല. ടീച്ചർ ഉണ്ടാവാതിരുന്ന അത്രക്കും നല്ലത്. ചോറിന് കൂട്ടാൻ കൊടുന്നേ. ഇന്നതിന് ചോറിന് കൂട്ടാൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് സ്കൂളില് ബിരിയാണി അല്ലേ? ഓ, ഞാനത് മറന്നു. നാളെ വരും. കൊറേ ചോക്ലേറ്റ്സ് അതൊന്ന് ഒഴിവാക്കിക്കോ. വെരി വെരി ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ഹോംവർക്ക് ഒക്കെ ചെയ്തെല്ലാരും? ഈ മിഠായി കടലാസ് ആരാ ഇവിടെ വലിച്ചെറിഞ്ഞത്? ഇത് പ്ലാസ്റ്റിക് അല്ലേ? പ്ലാസ്റ്റിക് ഇങ്ങനെ വലിച്ചെറിയുന്നത് ശരിയാണോ? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതല്ലേ മാലിന്യങ്ങളെ കുറിച്ച്? ഏതൊക്കെ തരം മാലിന്യങ്ങളെ കുറിച്ചാ നമ്മൾ പഠിച്ചത്? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിൽ ലയിച്ചു ചേരുവോ? അപ്പൊ ഇതെന്താ ശരിയായ രീതി? എന്താണ്? മാലിന്യങ്ങൾ വലിച്ചെറിയുകയല്ല, മറിച്ച് ശരിയായ രീതിയിൽ തരംതിരിച്ച് സംസ്കരിക്കുകയാണ് വേണ്ടത്. ടീച്ചറെ വരുന്നേക്ക് ഫുള്ള് പ്ലാസ്റ്റിക്. ടീച്ചറെ ഈ റേസിന് വരുമ്പോ അല്ലേ പ്ലാസ്റ്റിക് ഒക്കെ തട്ടിട്ടാ വന്നേന്ന്. ഹലോ, ഒന്ന് നിൽക്കൂ. പേടിക്കണ്ട, ഇത് ഞാനാണ്. നീയാണോ സംസാരിക്കുന്നത്? അതെ. നിനക്ക് സംസാരിക്കാനൊക്കെ കഴിയുമോ? തീർച്ചയായും കഴിയും. നിനക്കെന്നെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നീ എന്നെ ഉപേക്ഷിച്ചു പോയതാണ്. ഞാനോ? അതെ, നീ തന്നെ. എന്നിട്ടും നീ എന്താ കേടുവരാത്തെ? ഞങ്ങൾ പ്ലാസ്റ്റിക് അങ്ങനെയാണ്. നിങ്ങൾ വലിച്ചെറിഞ്ഞാലും ഒരിക്കലും നശിക്കില്ല. അതെന്താ അങ്ങനെ? അത് ഞങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ ഒരു പ്രത്യേകതയാണ്. ഞങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും മണ്ണിൽ ഇങ്ങനെ ലയിക്കാതെ കിടക്കും. അതൊരു പ്രശ്നമല്ലേ? തീർച്ചയായും. ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും അതൊരു പ്രശ്നമാണ്. ഞങ്ങൾ മണ്ണിൽ ഇങ്ങനെ കാലങ്ങളോളം ലയിക്കാതെ കിടക്കും. അതിങ്ങനെ ഒഴുകി നിങ്ങളുടെ പുഴകളിലേക്കും മീനുകളിലേക്കും അവസാനം നിങ്ങളിലേക്കും വരെ എത്തും. കേട്ടിട്ട് തന്നെ പേടിയാകുന്നു. ഇന്ന് സ്കൂളിൽ ടീച്ചർ പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ കാര്യമാക്കിയില്ല. പേടിക്കുകയൊന്നും വേണ്ട. പ്ലാസ്റ്റിക് വലിച്ചെറിയുകയല്ല, തിരിച്ചറിഞ്ഞ് തരംതിരിക്കലാണ് ശരിയായ മാർഗം. അങ്ങനെ ചെയ്താൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കി. പക്ഷെ പോസ്റ്റർ മാത്രം പോരാ, ഇനിയും നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്.